ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു കോർണിഷ ഉണ്ട് ഇവിടെ. നമുക്ക് സ്ഥിരം വരാറുള്ള കോർണിഷാണ്. അപ്പോൾ അവിടുത്തെ നല്ല വിഷ്വൽസ് കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എൻ്റെ മുൻപത്തെ വീഡിയോസിന് എല്ലാത്തിനും 100K വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും ഒരുപാട് നന്ദി. അതെ, ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന കൺട്രി സൗദി അറേബ്യയാണ്. ഇതിന് തൊട്ടടുത്ത് വേറൊരു കൺട്രി ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ കൺട്രി അതാന്ന് കാണാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ കണ്ടോ, ഇതാണ് ആ കൺട്രി. അപ്പുറ സൈഡിലാണ് കൺട്രിയാണ്. അത് ബഹ്റൈനാണിത്, ബഹ്റൈൻ. ഇപ്പോൾ ചെറിയൊരു ഫോഗൊക്കെ നിറഞ്ഞിട്ട് ഇപ്പോൾ ക്ലിയർ ഇല്ല. ചില സമയത്ത് ക്ലിയർ ആയിട്ട് അപ്പുറത്തെ ബഹ്റൈനിലുള്ള ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ബഹ്റൈനും പിന്നെ അതുപോലെ തന്നെ സൗദി അറേബ്യയും കൂടി കണക്ട് ചെയ്യണ ബഹ്റൈൻ കോസ്റ്റ് വേ, ബഹ്റൈൻ പാലാണ് ഈ കാണുന്നത്. ഇതാണ് ബഹ്റൈൻ സൗദി അറേബ്യ കോസ്റ്റ് വേ. ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ചെറിയൊരു ഫോഗൊക്കെ ഉള്ള ഒരു പോലത്തെ ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ക്ലാരിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. ചില ടൈമിൽ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ട് ഇവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാണാൻ പറ്റും. നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല പീസ്ഫുൾ മൈൻഡ് ആയിരിക്കും ഇവിടെ വന്നിരിക്കുമ്പോൾ. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല പ്ലേ ഏരിയ ഉണ്ട്. ഇത് തന്നെ ഉള്ളു ഇവിടെ. തൊട്ടപ്പുറത്ത് നോക്കിയാൽ ബഹ്റൈൻ, ഇപ്പുറത്ത് സൗദി അറേബ്യ. നമുക്കിനി ഇവിടെ ഒരു അടിപൊളി ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അവിടെ ഒന്ന് പോയേക്കല്ലോ. ഇവിടെ തൊട്ടടുത്ത് നല്ലൊരു കിട്ടിയിലെ ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് അവിടെ പോയേക്കല്ലോ, കുറച്ച് ഫിഷും വാങ്ങിക്കാം, നൈറ്റ് എന്തെങ്കിലും ഒരു ഫിഷ് കറി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫിഷ് മാർക്കറ്റിൽ പോവാം. ഇവിടെ ചില സമയത്ത് സൗദിയിൽ പകലിറങ്ങാനും രാത്രി ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. ഭയങ്കര ചൂടായിരിക്കും ഈ ടൈമിൽ. ഇപ്പം ഭയങ്കര ക്ലൈമറ്റിൽ ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി കൂടില്ല, അതായത് നല്ല ചൂടുണ്ട്. ഒരു 5 മിനിറ്റ് ഇവിടെ നടക്കുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കും. നമുക്ക് നല്ല ശാന്ത സുന്ദരമായ ക്ലൈമറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. അധികം ബഹളമില്ല, നല്ല സുഖമായിട്ട് നമുക്ക് നടക്കണമെങ്കിൽ നടക്കാം, എക്സസൈസ് ചെയ്യാം, ജോഗിങ്, എല്ലാത്തിനും പറ്റിയൊരു ക്ലൈമറ്റാണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ഏരിയയിലത്തെ വിഷ്വൽസൊക്കെ ഒരു ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പോവുകയാണ്. നമ്മൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫിഷിന്റെ മാർക്കറ്റ്. മാർക്കറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഷോപ്പാണ്. എന്തായാലും ഇവിടെ നമ്മള് ഫിഷ് വാങ്ങാറുള്ള സ്ഥലം ഉണ്ടോ? മതി സെറ്റ് ആയിക്കോട്ടെ, 2 പീസ് ആക്കിയാൽ മതി. ഇവിടെ നമ്മൾ സ്ഥിരം ഫിഷ് വാങ്ങാറുള്ള സ്ഥലം. നമ്മള് ഫിഷൊക്കെ വാങ്ങിച്ച് നേരെ നീ റൂമിലേക്കാണ്. റൂമിൽ പോയി ഫിഷൊക്കെ കറി വയ്ക്കുന്ന വീഡിയോസ് ആയിരിക്കും ഇതിന്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ നേരെ ഇനി റൂമിൽ പോവാം, കുക്ക് ചെയ്യാം. ഒരു ബ്ലാക്ക് ടീ കുടിച്ചാലോന്ന് ആലോചിക്കണം. എനിക്ക് ജോലി കഴിഞ്ഞ സമയത്ത് ബ്ലാക്ക് ടീ വല്ല ചെറിയ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു എനർജി ബൂസ്റ്ററാണ്. ഒരു ബ്ലാക്ക് ടീ ഉണ്ടാക്കാം. നല്ല ചൂടുള്ള വെള്ളം കേട്ടോ ഇതിലൊഴിക്കും. എന്നിട്ട് നമ്മള്
ഒരു ചായപ്പൊടി ഉണ്ട്, സ്പെഷ്യൽ സാധനം. നാട്ടിലെ ചായക്ക് ഒരു ടേസ്റ്റ് വരുന്നതാണ്. എനിക്ക് നാട്ടിലെവിടുത്തെ മറ്റേ AVT അങ്ങനെ സാധനങ്ങളൊക്കെ കണ്ട യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നാട്ടിലത്തെ ആ ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ ഈ കോഫി ഉണ്ടല്ലോ, ഈ സാധനം അത് പേരിൻ്റെ ഈ സാധനം നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ അതേ ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഇനി ഷുഗർ ഇടുന്ന പരിപാടിയില്ല. ഞാൻ വല്ലപ്പോഴൊക്കെ ഷുഗർ കഴിക്കാറുള്ളൂ. ഷുഗർ പേഷ്യൻ്റ് അല്ല, എന്നാലും എനിക്ക് ഷുഗർ കഴിക്കുന്ന വലിയ താല്പര്യമില്ല. ചായ റെഡിയായി. ഇനി നമ്മുടെ ചായക്ക് എന്തെങ്കിലും നൈസായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് കൂടെ റെഡിയാണ്. വീറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സോൾട്ടഡ് ബിസ്ക്കറ്റ് ഉണ്ട്. നമുക്ക് വീറ്റ് ബിസ്ക്കറ്റ് അടിക്കാം. അപ്പം ഇനി അടുത്തത് ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫിഷ് കറി ഉണ്ടാക്കണം. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗായ്സ്. അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ പോവാണ്. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലുലുവിൻ്റെ കോക്കനട്ട് ഓയിലാണ്. അടിപൊളി ഉണ്ടോ? കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിവിടെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ പൊട്ടിക്കല്. ഓക്കെ, ഉലുവ പൊട്ടിയ സൗണ്ട് കേട്ടില്ലേ? ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു 1.5 സവാള, ചെറിയ സവാള ഒരു 1.5 പീസ് സ്ലൈസ് ചെയ്തത് ഇതിലിടുക. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് അതിൽക്കിടാം. പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇടുക. ഓക്കെ, ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. എൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പോണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. തക്കാളിയൊക്കെ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വരെ നമുക്കൊന്ന് ജസ്റ്റ് മൂടി വെച്ചാൽ മതി. ഇപ്പോൾ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് വാടി കിട്ടും. ശരിക്കും പറയുകയാണെങ്കിൽ തക്കാളിയൊക്കെ അവസാനമാണ് ഇടുക. ഇതെല്ലാം വാടിയതിന് ശേഷം ആണ് തക്കാളി ഇരിക്കണം. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കേണ്ടത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണം, ഒരു കൈ കൊണ്ട് ഇത് തട്ടിയിടാൻ വേണം. എനിക്ക് രണ്ടും കൂടി ഒരുമിച്ച് നടക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് അതിലേക്ക് ചേരിച്ചിട്ടത്. എന്തായാലും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, സോൾട്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ, പിന്നെ അതുപോലെ തന്നെ ഫിഷ് മസാല 2 സ്പൂൺ. അപ്പോൾ ഈ എല്ലാ മസാലകളും ഇതെല്ലാം ഒരുമിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മസാല ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത്, അതായത് ഒരു ബ്രൗൺ അല്ല, ഒരു ഡാർക്ക് കളറായി വരുന്ന സമയത്ത് കുറച്ച് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കില്ല. നമ്മളെപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ അതിൽ ചൂടുവെള്ളം മാത്രമേ, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കേണ്ട വന്നു കഴിഞ്ഞാൽ അത് ചൂടുവെള്ളം മാത്രം ഒഴിക്കുക, പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കാതിരിക്കാമല്ലോ. ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണ സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടിൻഡ് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കും കുറച്ച്. എന്നിട്ട് മുഴുവനായിട്ട് ഒഴിക്കണ്ട, ഒരു അത്യാവശ്യം നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു ടിന്നിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. അത്യാവശ്യം തിക്കുണ്ട്. അത് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം, ലൂസാക്കാൻ വേണ്ടിയിട്ട്. തിളവന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ടേ നമ്മൾ എന്താ പറയുക, ഇതില്ലേ കൊടമ്പുളി ഒരു 2 എണ്ണം, അധികം ഇടണ്ട. നമ്മൾ ഓൾറെഡി തക്കാളി ഇട്ടിട്ടുണ്ട് ഒരെണ്ണം. അപ്പോൾ ഒരു ചെറിയൊരു വേറെ നാടൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് കൊടമ്പുളി ഇട്ട് കൊടുക്കുക. ഒരു ഫിഷിങ്ങിന് ഇട്ട് കൊടുക്കുക. കറക്റ്റ് മീൻ എങ്ങനെ മുങ്ങിക്കെടുക്കുന്ന രീതിയിലായിരിക്കണം. അതിൻ്റെ കറിവേപ്പില ഇട്ടിട്ട് ഒരു 7 മിനിറ്റ് മൂടി വെച്ച് കഴിക്കും, ലോ ഫ്ലെയിമിൽ. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയാവും. ലോ ഫ്ലെയിമിലൊന്ന് ബ്രൗൺ നിറമാവണ വരെ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് നമ്മൾ ഫിഷ് കറിയും തുറന്നു നോക്കാം. സെറ്റായി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ചിട്ട് കഴിച്ചാൽ പരിപാടി സെറ്റായി. ചെയ്യുന്നത് കുറച്ച് ഒരു സ്പൂണ് മുളക് പൊടി ഇടും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കും, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട്. ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറിക്ക് ഒരു അടിപൊളി ഒരു കളറും നല്ലൊരു ഫ്ലേവറും വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കും.
ഗായ്സ് നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ അതേ ടെക്സ്ചറും അതേ കളറും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ മീൻകറി റെഡിയായി. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. കുക്കിങ്ങിന്റെ ഇടയിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട് നമുക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. കുക്കിങ്ങും അതുപോലെ തന്നെ വീഡിയോ ഷൂട്ടിംഗ് ഒരു ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പൊ ഒക്കെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ വരും തുടർന്നുള്ള വീഡിയോസിലെല്ലാം അതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു.